ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഞാനൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് വരികയാണ്. മട്ടൻ്റെ ബോട്ടി ഫ്രൈ. എങ്ങനെ മട്ടൺ ബോട്ടി ഫ്രൈ നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരികയാണ്. മട്ടൺ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ചെറിയ കുടലിനകത്ത് കൂടെയൊക്കെ നമുക്ക് ഈർക്കിലിയൊക്കെ കടത്തി വിട്ടതായത് ശരിക്കും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഈ ബോട്ടി നമ്മൾ ഈ ചെറുകുടൽ ഞാൻ ചെറുകുടൽ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിനുശേഷം നമ്മളെടുത്ത് നമുക്ക് മസാലകളെല്ലാം പുരട്ടാം. ഫ്രണ്ട്സ്, ഇതാണ് കഴുകി വെച്ചിരിക്കുന്ന ബോട്ടിയുടെ ചെറുകുടൽ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില, വലിയ സവോള, ഇഞ്ചി. ഇനി നമ്മൾ ഓരോന്നും ഇതിലേക്ക് ഇടുകയാണ്. അരി വെച്ച പകുതി ഉള്ളി ഇപ്പോൾ ഇതിലേക്ക് ഇടുകയാണ്. ഇഞ്ചി ഇടുകയാണ് ഇതിലേക്ക്. വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ കുരുമുളക് ചതച്ചത്, പെരിഞ്ജീരകം 1/2 സ്പൂൺ, പെരിഞ്ജീരക പൗഡറാണ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ശേഷം ശരിക്കും തിരുമ്മി പിടിപ്പിക്കുക. ഇത്രയും മസാലകൾ ഈ ഇതിൽ ശരിക്കും നമ്മൾ തിരുമ്മി പിടിപ്പിക്കണം. തിരുമ്മി പിടിപ്പിച്ച ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ആകാൻ വേണ്ടി വെച്ചിരിക്കണം. ഇതിൻ്റെ വേവ് നോക്കിയിട്ട് വീണ്ടും ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അത് വേവ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി ചിലപ്പം വീണ്ടും വേണ്ടി വരും. വേവ് നോക്കിയിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അതിനുവേണ്ടിയാണ് മൺചട്ടി എടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് മാരിനേറ്റ് ചെയ്ത്. നമ്മളിനി സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം ഏകദേശം പറ്റിയിരിക്കുകയാണ്. വീണ്ടും ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ബോട്ടിയുടെ ഇത് അനുസരിച്ച് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ശരിക്കും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ഇച്ചിരി കരിയാപ്പില നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് കരിയാപ്പിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഫുഡിന്. ദൈവം സഹായിച്ച് ഞങ്ങൾക്കൊരു വലിയ കരിയാപ്പ് മരം ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് കരിയാപ്പിലയ്ക്ക് ഒരു പഞ്ഞമില്ല. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ മട്ടൺ ബോട്ടി ഫ്രൈ ഇവിടെ റെഡിയാണ്. നമുക്കിതൊന്ന് കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് ചക്കപ്പുഴുക്കിൻ്റെ കൂടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ചക്കപ്പുഴുക്കോ കപ്പയോ ചോറ് എന്ത് വേണ്ട കൂടെ വേണമെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാം. ഇനി എല്ലാവരും കുറച്ച് വൈകുന്നേരങ്ങളിൽ പാർട്ടി കൂടുന്നത് അതിന് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്.
നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക, സമയം കിട്ടുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഡ്വൈസുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.